ഇന്നത്തെ ക്രിസ്തുമതത്തെ രണ്ട് പ്രധാന നാഗരിക സ്വാധീനങ്ങളാൽ രൂപപ്പെട്ടതാണെന്ന് മനസ്സിലാക്കണം. ക്രിസ്തു ജനിച്ചതും ആദ്യ നൂറ്റാണ്ടുകളിൽ രൂപം കൊണ്ട് മാതൃകയാക്കിയിരുന്ന യഹൂദാ പാരമ്പര്യത്തിൽപ്പെട്ട ക്രിസ്തുമതവും പാശ്ചാത്യ പാരമ്പര്യത്തിൽപ്പെട്ട ക്രിസ്തുമതവും. രണ്ട് നാഗരികതകളോ മതപാരമ്പര്യങ്ങളോ പരസ്പരം ഇടപഴകുമ്പോൾ രണ്ടും അവയുടെ സാമൂഹിക, സാംസ്കാരിക, മതപരമായ ആചാരങ്ങളെ പുതിയ രൂപീകരണത്തിലേക്ക് കൊണ്ടുപോകും. എന്നിരുന്നാലും ശക്തമായ രാഷ്ട്രീയ, സാംസ്കാരിക ശക്തി പലപ്പോഴും കൂടുതൽ സ്വാധീനം ചെലുത്തുന്നു. ഇന്നത്തെ ക്രിസ്തുമതം ഈ ചരിത്രപരമായ മിശ്രിതത്തെ പ്രതിഫലിപ്പിക്കുന്നു. തത്വചിന്താ വികസനം, ശാസ്ത്രീയ പുരോഗതി, രാഷ്ട്രീയം, സാമ്പത്തികം, നിർമ്മാണം എന്നിവ കാരണം പാശ്ചാത്യ ക്രിസ്തുമതം ആഗോളതലത്തിൽ ആധിപത്യം സ്ഥാപിച്ചു. മനുഷ്യർ സത്യാന്വേഷികളാണ്. സത്യത്തെ കണ്ടെത്തുവാൻ മനുഷ്യർ പ്രധാനമായി ആശ്രയിക്കുന്നത് ആത്മീകതയും ശാസ്ത്രവും എന്ന രണ്ടു മാർഗങ്ങളാണ്. രണ്ടിന്റെയും പ്രധാന അടിസ്ഥാനം ആത്മ, ശരീര, മനസ്സുകളുടെ സന്തുലിതാവസ്ഥയാണ്. വികാരങ്ങളുടെ അതിപ്രസരണത്താൽ വികലമായ മനസ്സിന്റെ സന്തുലിതാവസ്ഥ വീണ്ടെടുക്കുവാൻ നോമ്പ്, ഉപവാസം, പ്രാർത്ഥന, ധ്യാനം എന്നിവകളാണ് ആദ്യകാല ശാസ്ത്രവും എല്ലാ മതങ്ങളും സ്വീകരിച്ചിരിക്കുന്നത്. പാശ്ചാത്യ ക്രിസ്തുമതം. ഗ്രീക്ക് തത്വചിന്തയിൽ ആഴത്തിൽ വേരൂന്നിയതാണ് പാശ്ചാത്യ ക്രിസ്തുമതം. തത്വചിന്ത എന്ന വാക്കിന്റെ അർത്ഥം ജ്ഞാനത്തോടുള്ള സ്നേഹം എന്നാണ്. യൂറോപ്യൻ ബൗദ്ധിക ജീവിതത്തെ രൂപപ്പെടുത്തിയ ആകർഷകമായ ഒരു ആശയം. ആദ്യകാല ചിന്തകർ മറ്റു സംസ്കാരങ്ങളെപ്പോലെ തന്നെ തങ്ങളുടെ വിജയത്തിനായി ആശ്രയിച്ചിരുന്നത് മാനസിക സ്വസ്ഥതയെ ക്രമപ്പെടുത്താൻ ഉപവാസവും പ്രാർത്ഥനയും തപസ്സുകളെയും ആയിരുന്നു എന്നു കാണാം. പിൽക്കാലത്ത് ഭൗതികമായി സമ്പന്നമായപ്പോൾ പ്രാരംഭം കൈവിട്ടുപോയി എന്നതു സ്വാഭാവികം. ആദ്യകാല ഗ്രീക്ക് ചിന്തകരായ ഹെരാക്ലിറ്റസ്, പൈതഗോറസ്, ലൂസിപ്പസ്, ഡെമോക്രിറ്റസ് മുതൽ പേർ പ്രപഞ്ചം എന്തിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്, എങ്ങനെ നിലനിൽക്കുന്നു എന്നതിന്റെ കാണപ്പെടുന്ന യാഥാർത്ഥ്യം എന്താണെന്ന് മനസ്സിലാക്കുന്നതിൽ ശ്രദ്ധാലുക്കളായിരുന്നു. അടുത്ത തലമുറ പ്രാധാന്യം നൽകിയില്ല എന്നത് ഒഴിച്ചാൽ. ആദ്യകാല തത്വശാസ്ത്രജ്ഞർ ഉപവാസം, പ്രാർത്ഥന, ധ്യാനം എന്നിവയിൽ വ്യാപൃതർ ആയിരുന്നു എന്ന് മനസ്സിലാകുന്നു. എന്നാൽ അവരുടെ അന്വേഷണം പ്രധാനമായും ദൃശ്യയാഥാർത്ഥ്യത്തെ കേന്ദ്രീകരിച്ചായിരുന്നു. പിൽക്കാല തത്വചിന്തകർ പാശ്ചാത്യ ചിന്തയെ കൂടുതൽ നിർണായകമായി രൂപപ്പെടുത്തി. സോക്രട്ടീസ് സത്യത്തിന്റെ സ്വഭാവത്തെ ചോദ്യം ചെയ്തു. യാഥാർത്ഥ്യം, ഇന്ദ്രിയപരമായ അടിസ്ഥാന വിവരങ്ങൾ വിശ്വസനീയം അല്ലെന്നും വിശ്വസനീയമായ യാഥാർത്ഥ്യം ദൃശ്യമണ്ഡലത്തിനപ്പുറം ഒരു അദൃശ്യ മണ്ഡലത്തിൽ നിന്നാണ് വരുന്നതെന്നും പ്ലേറ്റോ വാദിച്ചു. അതിനെ എതിർത്ത അരിസ്റ്റോട്ടൽ സത്യം നിരീക്ഷിക്കാവുന്നതും ദൃശ്യമായ വസ്തുക്കളിലൂടെ പ്രതിഫലിക്കുന്നു എന്നും വാദിച്ചു. ബൗദ്ധിക പാരമ്പര്യത്തിൽ അരിസ്റ്റോട്ടലിന്റെ സ്വാധീനം പ്രബലമായി. ദൃശ്യയാഥാർത്ഥ്യത്തിലുള്ള ഈ ഊന്നൽ വ്യവസ്ഥാപിത അന്വേഷണത്തെ പ്രോത്സാഹിപ്പിക്കുകയും ഒടുവിൽ ശാസ്ത്രത്തിന്റെ വികാസത്തിലേക്ക് നയിക്കുകയും ചെയ്തു. പാശ്ചാത്യ തത്വചിന്തകൾ സാമൂഹിക, ധാർമ്മിക തത്വചിന്ത, രാഷ്ട്രീയ സിദ്ധാന്തം, ശാസ്ത്രം, സാമ്പത്തിക ശാസ്ത്രം, ഘടനാപരമായ പഠനങ്ങൾ തുടങ്ങിയ ശാഖകളിലേക്ക് വ്യാപിച്ചു. ഈ വിഭജനങ്ങൾ സർവകലാശാലകളിൽ സ്ഥാപനവൽക്കരിക്കപ്പെട്ടു. ശാസ്ത്രീയ ഗവേഷണം, വ്യാവസായിക യന്ത്രങ്ങൾ, ചികിത്സ ഉപകരണങ്ങൾ, മരുന്നുകൾ, യുദ്ധസാങ്കേതികവിദ്യ, മുതലാളിത്തം പോലുള്ള സാമ്പത്തിക വ്യവസ്ഥകൾ എന്നിവയിലേക്ക് നയിച്ചു. ഈ പുരോഗതികൾ യൂറോപ്പിന്റെ സമ്പത്തും ശക്തിയും വർദ്ധിപ്പിച്ചു. ഇത് പാശ്ചാത്യ രാജ്യങ്ങളെ ആഗോള രാഷ്ട്രീയത്തിലും സാമ്പത്തിക ശാസ്ത്രത്തിലും ആധിപത്യം സ്ഥാപിക്കാൻ പ്രാപ്തമാക്കി. ശാസ്ത്രീയ നേട്ടങ്ങളുടെ പോരായ്മ പരിസ്ഥിതിക നാശനഷ്ടങ്ങൾ രോഗത്തിനും അകാല മരണത്തിനും കാരണമാകുക മാത്രമല്ല, സാർവത്രിക നിലനിൽപ്പിന് ഹാനികരവുമാകുന്നു എന്നതിന് പ്രാധാന്യം നൽകിയില്ല. രാഷ്ട്രീയ മേധാവിത്വവും സ്ഥാപനപരമായ ക്രിസ്തുമതവും. AD 313 കോൺസ്റ്റന്റൈൻ ചക്രവർത്തി മിലാൻ ശാസനയിലൂടെ ക്രിസ്തുമതം നിയമവിധേയം ആക്കിയപ്പോൾ ഒരു പ്രധാന വഴിത്തിരിവുണ്ടായി. പീഡിപ്പിക്കപ്പെടുന്ന ഒരു ആത്മീയ പ്രസ്ഥാനം എന്ന നിലയിൽ നിന്ന് ക്രിസ്തുമതം റോമൻ സാമ്രാജ്യവുമായി സഖ്യമുണ്ടാക്കിയ ഒരു സാമ്രാജ്യത്വ സ്ഥാപനമായി മാറി. 4-ാം നൂറ്റാണ്ട് മുതൽ പാശ്ചാത്യ ലാറ്റിൻ ക്രിസ്തുമതം ശക്തമായ ഒരു സ്ഥാപന ഘടന വികസിപ്പിച്ചെടുത്തു. ഭരണം, ദൈവശാസ്ത്രം, സഭാ ആചാരങ്ങൾ എന്നിവ മുൻകാല പൗരസ്ത്യ പാരമ്പര്യങ്ങളിൽ നിന്ന് കൂടുതൽ വ്യത്യസ്തമായി. വലിയൊരു യൂറോപ്യൻ ജനത ക്രിസ്തുമതത്തിൽ ചേർന്നു. എന്നിരുന്നാലും അവരുടെ ക്രിസ്തീയ വിശ്വാസം, തത്വശാസ്ത്രത്തിൽ ആത്മീകത ഒരു അലങ്കാരമായി ചാർത്തി എന്നു മാത്രം. പാശ്ചാത്യർ ക്രിസ്തുമതം കൈയടക്കിയതോടെ ആദ്യ 3 നൂറ്റാണ്ടിൽ സ്ഥാപിതമായ മാർഗം തത്വശാസ്ത്രത്തിൽ ഞെരുങ്ങി പ്രസക്തി നഷ്ടപ്പെട്ടു. AD 451 കാൽസിഡോൺ കൗൺസിലിൽ ദൈവശാസ്ത്രപരമായ ചർച്ചകൾ ശക്തമായി. പോപ്പ് ലിയോ ഒന്നാമൻ ക്രിസ്തുവിന്റെ ഇരട്ട സ്വഭാവത്തെക്കുറിച്ചുള്ള സിദ്ധാന്തത്തെ ന്യായീകരിച്ചു. ആദ്യ 3 നൂറ്റാണ്ടുകളിൽ ക്രിസ്തുവിനെ പിൻപറ്റി ധാരാളം ഭക്തർ ഭൗതികമായതെല്ലാം ഉപേക്ഷിച്ച് മരുഭൂമിയിലെ ഏകാന്തതയിലേക്ക് പിൻവാങ്ങി പ്രാർത്ഥന, ഉപവാസം, ധ്യാനം ഇവയിലൂടെ ആത്മജ്ഞാനം പ്രാപിച്ചവരാണ് ആദിമസഭയിലെ മരുഭൂമിയിലെ പിതാക്കന്മാർ. അവർ അടിസ്ഥാനമിട്ട പാരമ്പര്യത്തെ യാതൊരു കാരണവശാലും തള്ളി പറയുവാൻ കൂട്ടക്കാതിരുന്ന വിശ്വാസികളായിരുന്ന സിറിയൻ, കോപ്റ്റിക്, അർമേനിയൻ ക്രിസ്ത്യാനികൾ ഈ നിർവചനത്തെ ശക്തമായി എതിർത്തു. കൗൺസിലിന്റെ തീരുമാനം രാജകീയപിൻ ബലമുള്ള ലിയോ ഒന്നാമന്റെ വാദത്തിന് അനുകൂലമായി. അതിലൂടെയാണ് റോമൻ കത്തോലിക്ക സഭയും ഓറിയന്റൽ ഓർത്തഡോക്സും തമ്മിൽ സ്ഥിരമായ വിഭജിക്കപ്പെട്ടു. രാഷ്ട്രീയ ആധിപത്യം കാരണം പാശ്ചാത്യ ക്രിസ്തുമതം സ്ഥാപനപരമായി പ്രബലമായിത്തീർന്നു.
അതേസമയം ഓറിയന്റൽ ഓർത്തഡോക്സ് സമൂഹങ്ങൾ പലപ്പോഴും അരികുവൽക്കരിക്കപ്പെടുകയും പാശ്ചാത്യ കോളനി പ്രദേശങ്ങളിൽ പീഡിപ്പിക്കപ്പെടുകയും ചെയ്തു. കൂടാതെ പാശ്ചാത്യൻ ലോക പരിവേഷണത്തിലൂടെ ലോകം എമ്പാടും അതിനിവേശന പ്രദേശങ്ങളാക്കി സമ്പത്തും മതപ്രചരണവും നടത്തിയതിനാൽ അവർ ഭൂരിപക്ഷമായി. ക്രിസ്തുവിന്റെ പഠിപ്പിലുകൾ മനസ്സിനെ ഏകാന്തതയിലേക്കുവാനുള്ള വഴിയായതിനാൽ പിളർപ്പിന് സാധ്യത ഇല്ല. എന്നാൽ തത്വശാസ്ത്രം ഓരോ വസ്തുവിന്റെ ഘടനയെ പലതായി തിരിച്ച് വിശകലനം ചെയ്യിക്കയാൽ പലതായി ഭിന്നിക്കപ്പെടുന്നു എന്ന് പാശ്ചാത്യ ക്രിസ്തുമതത്തിനു തന്നെ അഭിമുഖീകരിക്കേണ്ടി വന്നു എന്നു കാണാം. ആയത് ഒരു തുടക്കതയായി ഇന്നും അതുടരുന്നു. 1054 മഹാഭിന്നത റോമൻ കത്തോലിക്കാസഭയെയും പൗരസ്ത്യ, ഗ്രീക്ക്, ഓർത്തഡോക്സ് സഭയെയും വേർപെടുത്തി. 1517 മാർട്ടിൻ ലൂഥർ തന്റെ 95 കൃതിയിലൂടെ പ്രൊട്ടസ്റ്റന്റ് നവീകരണത്തിന് തുടക്കം കുറിച്ചു. തത്വചിന്താപരമായ സ്വാധീനങ്ങളാണ് ഈ വിഭജനങ്ങൾക്ക് രൂപം നൽകിയെന്നത് തർക്കമറ്റ സത്യമാണ്. ഹിപ്പോയിലെ അഗസ്റ്റീനെ പ്ലാറ്റോണിക് ചിന്ത സ്വാധീനിച്ചു. തോമസ് അക്വിനാസ് അരിസ്റ്റോട്ടിലിയൻ തത്വചിന്തയെ കത്തോലിക്ക ദൈവശാസ്ത്രത്തിന് പിൻബലമായി. മാർട്ടിൻ ലൂഥർ പാരമ്പര്യങ്ങളെ നിരാകരിക്കുകയും സോള സ്ക്രിപ്ചുറ, തിരുവെഴുത്ത് മാത്രം, സോള ഫിഡെ, വിശ്വാസം മാത്രം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകുകയും ചെയ്തു. എന്നാൽ ക്രിസ്തു കാട്ടിത്തന്ന പ്രാർത്ഥന, ഉപവാസം, ആത്മീക രൂപാന്തരീകരണം, സ്വർഗരാജ്യത്തെ പ്രതി ഷണ്ടന്മാരാകുന്ന ഷണ്ടന്മാർ ഉണ്ട് എന്നിവകളാട് മുഖം തിരിച്ചിരിക്കുന്നതായി കാണാം. ശാസ്ത്രം ദൃഗ്യങ്ങളായ തെളിവുകളെ ശക്തമായി ന്യായീകരിക്കുമ്പോൾ ദൃശ്യങ്ങളായ ദൈവീക കൂദാശകൾ ഇല്ലാതെയായി. ഒരു അതിർവരമ്പിന്റെ അഭാവത്തിൽ പ്രൊട്ടസ്റ്റന്റ് മതം പല വിഭാഗങ്ങളായി ഛിന്നഭിന്നമായി. സിദ്ധാന്ത രൂപീകരണം, സംവാദം, വ്യാഖ്യാനം എന്നിവയിലുള്ള പാശ്ചാത്യരുടെ ഊന്നൽ തുടർന്നുള്ള വിശ്വാസത്തിന് കാരണമായി. ഓർത്തഡോക്സ് ക്രിസ്തുമതം, ആത്മീയ പരിവർത്തനമാദ്യകാല നൂറ്റാണ്ടുകൾ, ഒരു കുറയ്ക്കുക 3 നൂറ്റാണ്ട്. ആദ്യ 3 നൂറ്റാണ്ടുകളിൽ ക്രിസ്തുമതം യഹൂദ പാരമ്പര്യത്തിൽ ആഴത്തിൽ വേരൂന്നിയതായിരുന്നു. അത് പ്രാർത്ഥന, ഉപവാസം, സന്യാസം, ധ്യാനം എന്നിവയ്ക്ക് പ്രാധാന്യം നൽകി. പരിവർത്തനം, അധികാരം പ്രാദേശിക ബിഷപ്പുമാർക്കും സന്യാസിമാർക്കും ഇടയിൽ വികേന്ദ്രീകൃതമാക്കി. മനുഷ്യർ ശരീരം, മനസ്സ്, ആത്മാവ് എന്നിവയാൽ നിർമ്മിതമാണെന്നും പോസിറ്റീവും നെഗറ്റീവുമായ വികാരങ്ങളുടെ അതിപ്രസരണത്താൽ മനസ്സിനുണ്ടാകുന്ന പിരിമുറുക്കത്തിൽ സത്യം മറഞ്ഞു പോകുന്നതിനാൽ പ്രാർത്ഥന, ഉപവാസം, ധ്യാനം എന്നിവയിലൂടെ സന്തുലിതാവസ്ഥ പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന് ഓറിയന്റൽ ഓർത്തഡോക്സ് പാരമ്പര്യം വിശ്വസിക്കുന്നു. ഏറിയ പങ്ക് മനുഷ്യരും ഇന്നും വിശ്വസിക്കുന്ന പ്രവാചകന്മാർ, കുമ്മറാൻ, സമൂഹ ജീവിതം എല്ലാം തന്നെ യഹൂദ പാരമ്പര്യത്തിലാണ് കാണുന്നത്. ഇതേ പാരമ്പര്യത്തിൽപ്പെട്ട യേശു ക്രിസ്തുവിന്റെ ജീവിതത്തിൽ നിന്നുള്ള ഉദാഹരണങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു. 1. അദ്ദേഹത്തിന്റെ മരുഭൂമിയിലെ 40 ദിവസത്തെ ഉപവാസം. 2. ഗെത്സമനയിലെ പ്രാർത്ഥന. 3. താബോർ മലയിലെ ആത്മീക രൂപാന്തരീകരണം. ഓർത്തഡോക്സ് ആത്മീയത തിയോസിസിൽ ദൈവീകണം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ദൈവസാദൃശ്യത്തിലേക്കുള്ള പരിവർത്തനം, അച്ചടക്കമുള്ള ആത്മീയ പരിശീലനത്തിലൂടെ ലൗകികമായ അമിതത്വത്തിൽ നിന്ന് നിസ്സംഗതയോടെ സ്വായത്തമായി നേടി എടുക്കുന്നിത് പരിസ്ഥിതിക്ക് യാതൊരു നാശവും വരുത്താതെ പരിതസ്ഥിതിയുടെ താളത്തിൽ ചേർന്നു പോകുന്ന സ്വസ്ഥ ജീവിതമാണ്. പാശ്ചാത്യ ക്രിസ്തുമതം ശാസ്ത്രീയവും ഭൗതികവുമായ പുരോഗതി പിന്തുടർന്നപ്പോൾ ഓർത്തഡോക്സ് ക്രിസ്തുമതം ആത്മീയ രൂപാന്തരീകരണത്തിന് പ്രാധാന്യം നൽകി. ബാഹ്യ വീക്ഷണകോണിൽ ഓർത്തഡോക്സ് സമൂഹങ്ങൾ വിശിഷ്യ മരുഭൂമിയിലെ പിതാക്കന്മാർ ഭൗതികമായി ദരിദ്രരായിരുന്നു എങ്കിലും ആത്മീയമായി സമ്പന്നമാണ്. പാശ്ചാത്യ ക്രിസ്തുമതത്തിലെ വിഭജനങ്ങൾ, പടിഞ്ഞാറൻ രാജ്യങ്ങളിൽ പൗരസ്ത്യ ആത്മീയത പുനഃസ്ഥാപിക്കാനുള്ള ശ്രമങ്ങൾ. 1209 റോമൻ കത്തോലിക്കാ സഭയ്ക്കുള്ളിൽ ലാളിത്യവും ആത്മീയ ആഴവും പുനഃസ്ഥാപിക്കുന്നതിനായി ഫ്രാൻസിസ് ഓഫ് അസീസി ഫ്രാൻസിസ്കൻ സഭ സ്ഥാപിച്ചു. പിന്നീട് വിശുദ്ധ ബോണാവെഞ്ചുറ സഭ പുനഃസംഘടിപ്പിക്കുകയും അതിന്റെ സമൂലമായ സന്യാസമാനം നിയന്ത്രിക്കുകയും ചെയ്തു. തുടർന്ന് മാറ്റിയോ ഡി ബാസിയോ കപ്പൂച്ചിൻ ഫ്രാൻസികൻ ആത്മീയ തീവ്രത പുനരുജ്ജീവിപ്പിക്കാൻ ശ്രമിച്ചതിൽ നിന്നും പിന്മാറേണ്ടിവന്നു. എന്നാൽ ദാർശനിക ചട്ടക്കൂടുകളും കൂദാശ ഘടനയും സ്ഥാപനപരമായ ദൈവശാസ്ത്രത്തെ ശക്തമായി രൂപപ്പെടുത്തി. ദൃശ്യയാഥാർത്ഥ്യത്തിലുള്ള പാശ്ചാത്യ ശ്രദ്ധേയമായ ശാസ്ത്രീയ നേട്ടങ്ങൾക്കും ആഗോള സ്വാധീനത്തിനും കാരണമായി. എന്നിരുന്നാലും ശാസ്ത്രീയ അറിവ് ഇവയിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. നിരീക്ഷിക്കാവുന്ന പ്രതിഭാസങ്ങൾ, പല ആത്മീക യാഥാർത്ഥ്യങ്ങളെയും അനുഭവപരമായി ദൃശ്യമായ അളവുകൾ കൊണ്ട് അളക്കുവാൻ കഴിയില്ല. ഉദാഹരണത്തിന്, അടിസ്ഥാന കണികകളെയും മനുഷ്യജനിതക പ്രക്രിയകളെയും കുറിച്ചുള്ള ഗ്രാഹ്യം ശാസ്ത്രം മെച്ചപ്പെടുത്തുന്നത് അനന്തമായി തുടരുന്നു. എന്നിരുന്നാലും ആത്മീയ പാരമ്പര്യങ്ങൾ മനുഷ്യന്റെ രൂപീകരണത്തെ വ്യത്യസ്തമായി വ്യാഖ്യാനിക്കുന്നു. ആയതിനു കാരണം ശാസ്ത്രം മാനസിക സന്തുലതയ്ക്ക് പ്രാധാന്യം നൽകുന്നില്ല എന്നതാകണം. ബാഹ്യ തെളിവുകളേക്കാൾ മാനസാന്തരം, ഉപവാസം, പ്രാർത്ഥന, ആന്തരിക പുതുക്കൽ എന്നിവയിൽ ഊന്നിപ്പറയുന്നു. ഓർത്തഡോക്സ് വിശ്വാസത്തിൽ ആത്മീകയിലെ വൈകാരിക അസന്തുലിതാവസ്ഥ ആഗ്രഹം അത്യാഗ്രഹവുമോ ആസക്തിയോ ആകുന്നതുപോലെയോ ഉപവാസം പോലുള്ള അച്ചടക്കമുള്ള രീതികളിലൂടെയാണ് ഇത് അഭിസംബോധന ചെയ്യുന്നത്. രസകരമെന്നു പറയട്ടെ, യോഷിനോറി ഒഹ്സുമി പോലുള്ള ശാസ്ത്രജ്ഞർ കോശ പ്രക്രിയകളെക്കുറിച്ചുള്ള ആധുനിക ഗവേഷണങ്ങൾ, ജീവശാസ്ത്രപരമായ സംവിധാനങ്ങൾ ഉപവാസത്തിലൂടെ പര്യവേക്ഷണം ചെയ്തിട്ടുള്ളത് ശാസ്ത്രവും ആത്മീയതയും ഭിന്നങ്ങളായിട്ടാണ്. ഇപ്പോഴത്തെ വിഭജനം ഇന്ന് ക്രിസ്തുമതത്തിൽ വിശാലമായി ഉൾപ്പെടുന്നു. 1. റോമൻ കത്തോലിക്ക്. 2. പ്രൊട്ടസ്റ്റന്റുകാർ, ധാരാളം വിഭാഗങ്ങൾ. 3. ഓർത്തഡോക്സ് പള്ളികൾ. കൃപയും രക്ഷയും എങ്ങനെ മനസ്സിലാക്കപ്പെടുന്നു എന്നതിലാണ് കാതലായ വ്യത്യാസം. പാശ്ചാത്യ ക്രിസ്ത്യാനിറ്റിയുടെ മിക്ക ഭാഗങ്ങളിലും ദൈവകൃപ പലപ്പോഴും രോഗശാന്തി, സമൃദ്ധി, ദൃശ്യമായ അനുഗ്രഹങ്ങൾ തുടങ്ങിയ അനുഗ്രഹങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു.
ഓർത്തഡോക്സ് ക്രിസ്തുമതത്തിൽ കൃപയെ ആന്തരിക പരിവർത്തനമായാണ് മനസ്സിലാക്കുന്നത്. ദൈവിക ജീവിതത്തിൽ പങ്കാളിത്തം, എന്നിരുന്നാലും കഷ്ടപ്പാട്. മെച്ചപ്പെട്ട സാമ്പത്തിക അവസരങ്ങൾ തേടി നിരവധി ഓർത്തഡോക്സ് വിശ്വാസികൾ പാശ്ചാത്യ രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നു. ആദ്യ നൂറ്റാണ്ടുകളെ അപേക്ഷിച്ച് സന്യാസ് ദൈവവിളികൾ കുറഞ്ഞു. പാശ്ചാത്യ സാംസ്കാരികവും ഭൗതികവുമായ ആകർഷണം ശക്തമായ സ്വാധീനം ആഗോളതലത്തിൽ ചെലുത്തുന്നു. തീരുമാനം: പാശ്ചാത്യ, ഓർത്തഡോക്സ് ക്രിസ്തുമതങ്ങൾ തമ്മിലുള്ള സംഘർഷം ആഴത്തിലുള്ള ദാർശനിക വ്യത്യാസങ്ങളെ പ്രതിഫലിപ്പിക്കുന്നു. തത്വചിന്ത ക്രമേണ ആത്മീയതയെ മാറ്റിസ്ഥാപിച്ചു. ഭൗതിക അറിവ് ജ്ഞാനത്തെ മാറ്റിസ്ഥാപിച്ചു. ജ്ഞാനവാദം തിരിച്ചറിവിനെ മാറ്റിസ്ഥാപിച്ചു. ഗ്രീക്ക് തത്വചിന്തയും ശാസ്ത്രീയ വികാസവും കൊണ്ട് രൂപപ്പെട്ട പാശ്ചാത്യ ക്രിസ്തുമതം സ്ഥാപനപരമായ ദൈവശാസ്ത്രത്തിനും ദൃശ്യയാഥാർത്ഥ്യത്തിനും പ്രാധാന്യം നൽകുന്നു. ഓർത്തഡോക്സ് ക്രിസ്തുമതം നിഗൂഢ പരിവർത്തനത്തിനും അച്ചടക്കമുള്ള ആത്മീയ ജീവിതത്തിനും പ്രാധാന്യം നൽകുന്നു. അടിസ്ഥാനപരമായ ചോദ്യം: യേശുക്രിസ്തുവിന്റെ കുടക്കീഴിൽ ഈ രണ്ട് ധാരകളെയും യോജിപ്പിക്കാൻ കഴിയുമോ? ക്രിസ്തുമതം തത്വചിന്താപരമായ യുക്തിക്കും ഭൗതിക പുരോഗതിക്കും മുൻഗണന നൽകുന്നുണ്ടോ, അതോ ആത്മീയ പരിവർത്തനത്തിനും ദൈവവുമായുള്ള അനുഭവപരമായ ഐക്യത്തിനും മുൻഗണന നൽകുന്നുണ്ടോ എന്നതിനെ ആശ്രയിച്ചിരിക്കും ഉത്തരം. ഉദാഹരണം: കേരളത്തിലെ സെന്റ് തോമസ് ക്രിസ്ത്യാനികളുടെ ചരിത്രം ഈ ചലനാത്മകതയെ വ്യക്തമാക്കുന്നു. തുടക്കത്തിൽ 100% ഓർത്തഡോക്സ് ആയിരുന്ന പലരും ആദ്യം ഭൗതിക നേട്ടങ്ങളാൽ പ്രചോദിതരായി റോമൻ കത്തോലിക്ക മതത്തിലേക്കും പിന്നീട് പ്രൊട്ടസ്റ്റന്റ് വിഭാഗങ്ങളിലേക്കും ആകർഷിക്കപ്പെട്ടു. പലപ്പോഴും ഭൗതിക നേട്ടങ്ങളാൽ പ്രചോദിതരായി. ഓർത്തഡോക്സ് പുരോഹിതരും ഉപദേശകരും തത്വചിന്ത അടിസ്ഥാനം വിശകലനം എന്നതാണെന്നും അത് വിഭാഗീയതയ്ക്കു ഇടം നൽകുന്നു എന്നറിയാതെയാണ് പാശ്ചാത്യ തത്വചിന്ത പ്രാവീണ്യം നേടുന്നത് അറിവിന്റെ മകുടം എന്ന തെറ്റായ ചിന്താഗതിയിൽ കുടുങ്ങി ഉപരിപഠനാർത്ഥം അവരുടെ സർവകലാശാലകളിൽ ചേർന്നു പഠിക്കുന്നു. ക്രമേണ അറിയാതെ തന്നെ പ്രൊട്ടസ്റ്റന്റ് പ്രത്യയശാസ്ത്രജ്ഞരായി മാറി ഭൗതിക നേട്ടങ്ങളെ മുൻകണ്ട് ഓർത്തഡോക്സ് പാരമ്പര്യങ്ങൾ ക്രമേണ ഉപേക്ഷിക്കുന്നു. എന്നാൽ സമ്പന്നതയുടെ ലോകത്ത് ആത്മകതയെ അനുഭവിച്ച് അറിയുവാനുള്ള ആഹ്ലാദത്തിലേക്ക് തിരിച്ചു വരവ് കാണുന്നില്ല. അതിന് നോഹയുടെ കാലത്തെപ്പോലെ ഒരു കഷ്ടകാലം ഉണ്ടാകേണ്ടിവരും.